ഇനി മുതലപ്പുഴയിലേക്കാണ്. അവിടെ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ഫ്രീബോന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. വിജിൻ തത്സമയ വിവരങ്ങൾ നൽകും. വിജിൻ, ഈ തെരച്ചിലൊന്നും കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങളൊക്കെ സ്ഥലത്തുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ തിരച്ചിലിനൊടുവിലാണോ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്? ജിൽസി, മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലിലാണ് കണ്ണാന്തുറയിൽ നിന്നും നിലവിൽ ഒരാളുടെ ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെയാണ് 4 പേർ ഈ ബോട്ട് മറിഞ്ഞ് അവരെ കാണാതായത്. 4 പേരെ കാണാതായതിൽ ഒരാളെ ആ ഘട്ടത്തിൽ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴും വലിയ തിരമാലയാണ് നിലവിൽ ഈ മുതലപ്പുഴയിലുള്ളത്. മുതലപ്പുഴയിൽ നമുക്കറിയാം, സ്ഥിരമായി ഈ ബോട്ട് മറയുന്ന വാർത്തകൾ വരുന്നതാണ്. അതിൽ ആളുകളെ കാണാതാകുന്നു, ആളുകൾ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ നിരന്തരമായി ഉണ്ടാകുന്നതാണ്. ഇവിടെ പൊഴി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളാണ് നിലവിൽ ഈ തിരമാലകൾ വന്നടിക്കുകയും മത്സ്യബന്ധന ബോട്ടുകൾ മറയുകയും അത് നേരെ നടുകെ പൊളിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളുണ്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, മറൈൻ എൻഫോഴ്സ്മെന്റ്, ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡ്, മത്സ്യത്തൊഴിലാളികൾ, മുങ്ങി തിരച്ചിൽ നടത്തുന്ന വിദഗ്ധർ ഉൾപ്പെടെ ഉള്ളവരാണ് നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തുനിന്ന് കുറച്ച് മാറിയാണ് കണ്ണാന്തുറയിൽ നിന്ന് ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ സംഭവ സ്ഥലത്ത്, അതായത് ബോട്ട് മറഞ്ഞ ഘട്ടത്തിൽ തന്നെ ഒരാളെ രക്ഷപ്പെടുത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമൊക്കെ ഇവിടെ ഇന്നലെ ഉണ്ടായതാണ്. ഇന്നും രാവിലെ മത്സ്യത്തൊഴിലാളികൾ ഒക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവർ, ഒപ്പം തന്നെ ഈ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടും അവർ കടലിൽ പോയിട്ടില്ല, മത്സ്യബന്ധനത്തിനായി പോയിട്ടില്ല. അവരൊക്കെ നിലവിൽ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തുണ്ട്. എന്തായാലും ശക്തമായ തിരമാലയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ തിരമാലകൾ ഇങ്ങനെ ഈ മുതലപ്പുഴയുടെ ഭാഗത്ത് വന്ന് അടിക്കുകയും ബോട്ടുകൾ ആ തിരയിൽ വന്ന് ഉയർന്ന് പൊങ്ങി നടുകെ മുറിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്തായാലും ഇനി ബാക്കി കാണാതായിട്ടുള്ള 2 പേർക്കായുള്ള തിരച്ചിലാണ് നിലവിലിപ്പോൾ നടത്തുന്നത്. രാവിലെ തിരച്ചിൽ നടത്താൻ വലിയ പ്രതിസന്ധിയായിരുന്നു. കാരണം ശക്തമായ കാറ്റ്, ശക്തമായ തിരമാല ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ മറൈൻ എൻഫോഴ്സ്മെന്റിനോ ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിനോ ബോട്ടുകളിൽ തിരച്ചിൽ നടത്താനായി പോകാൻ കഴിഞ്ഞിരുന്ന അവരുടെ സംവിധാനങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയാണ് നിലവിൽ ഇപ്പോൾ സ്കൂബ ഡൈവിനെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയുള്ള തിരച്ചിലിലേക്ക് കടക്കുന്നത്. എന്തായാലും 2 പേരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കും ആ പ്രതീക്ഷ തന്നെയാണ്. അതിനിടയിൽ ആണ് ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ കണ്ണാന്തുറയിൽ നിന്നും പുറത്തു വരുന്നത്. വെള്ളത്തിൽ ഒരു ദിവസം മുങ്ങിക്കിടന്നതിന്റെ എല്ലാ തരത്തിലുള്ള ശരീരത്തിൽ അത്തരം വീർത്ത നിലയിൽ ഒക്കെയുള്ള ശരീരഭാഗമാണ് ഉണ്ടായിരുന്നത്. ഈ ശക്തമായ മഴ വരുന്ന ഘട്ടത്തിൽ എല്ലാം മുതലപ്പുഴയിൽ ഈ പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. അത് ഉടനെ പരിഹരിക്കണം, അതിനൊരു ശാശ്വതമായ പരിഹാരം വേണം എന്നാവശ്യപ്പെട്ട് കുറേ കാലങ്ങളായി ഇവർ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നു, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. അങ്ങനെ ഇടപെടലുകൾ ഒന്നും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചില ഇവിടുത്തെ മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒക്കെ സ്വീകരിച്ചിരുന്നു. അതിന്റെ തുടർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ പ്രശ്നത്തിന് ഇതുവരെയും ഒരു ശാശ്വത പരിഹാരമാകുന്നില്ല. ഇന്നലെയും 4 പേർ ബോട്ടും മറിഞ്ഞ് കാണാതാകുന്നു. അതിനുശേഷം ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തുന്നു. അവിടെ സംഭവ സ്ഥലത്ത് തന്നെ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഇനി കണ്ടെത്താനുള്ള 2 പേർക്കായുള്ള തിരച്ചിലാണ് നിലവിലിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്.